ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെയായിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ? മാറേ സൈഡ് തന്നെ, ഒരാൾക്കുള്ളൊരു വഴി തന്നെ പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. ബൈ നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്. എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ? ഇതാണ് കൈമൾ മാഷ് അല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരല്ല. വീട് കത്തിക്കാനോ? അതെ, താൻ കൂടെ കുടിക്കോ. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടെനിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കതൊരു പരിഹാരമാകും. ഇങ്ങോട്ടാ രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ, ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി.